3, 6, 9 3, 6, 9 നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 അക്കങ്ങൾ മാത്രം. പക്ഷേ ലോകം കണ്ട ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റിന് ഇത് വെറും 3 അക്കങ്ങൾ മാത്രമല്ല, ഇതൊരു രഹസ്യ നമ്പറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഈ 3 അക്കങ്ങളെയാണ്. പറഞ്ഞു വരുന്നത് നിക്കോള ടെസ്ല എന്ന ഒരു പ്രതിഭയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെക്കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ അത് 1 മണിക്കൂർ നിർത്താതെ സംസാരിച്ചാലും തീരില്ല, അത്രത്തോളമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തെ പോലും സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കണ്ടെത്തലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇൻഡക്ഷൻ മോട്ടറും നമ്മൾ ദിനംപ്രതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ടുമൊക്കെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോഴും ഇപ്പോഴും രഹസ്യമായി കിടക്കുന്ന 3 അക്കങ്ങളുണ്ട്. ഹിസ്റ്റോറിയൻസും സൈക്കോളജിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളുമൊക്കെ ഉത്തരമില്ലാതെ ഈ 3 അക്കങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. എന്താണ് ഈ 3 അക്കങ്ങൾ? ഈ 3 അക്കങ്ങളും നിക്കോള ടെസ്ലയുടെ പ്രതിഭയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നിക്കോള ടെസ്ല ഒരിക്കലും ഒരു സാധാരണ ഇൻവെൻറ്റർ ആയിരുന്നില്ല. നമുക്കൊരു മെഷീൻ പണിയണമെന്ന് കരുതിക്കോ. പുതിയതായിട്ടുള്ളൊരു മെഷീനാണ്, ലോകത്ത് ഇന്നേ വരെ ആരും കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു പുതുപുത്തൻ മെഷീൻ. നമ്മൾ ആദ്യം തന്നെ ആ മെഷീൻ അങ്ങ് പണിയാൻ പോവുകയാണോ ചെയ്യുന്നത്? അല്ല. ആദ്യം നമ്മൾ ഭംഗിയായിട്ട് അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് വരയ്ക്കും. ആദ്യം വരയ്ക്കുന്ന ബ്ലൂ പ്രിൻ്റ് തെറ്റായിരിക്കും, പിന്നീട് നമ്മൾ മാറ്റി വരയ്ക്കും. അങ്ങനെ അനവധി തവണ വരച്ചതിന് ശേഷമായിരിക്കും നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മെഷീൻ്റെ ബ്ലൂ പ്രിൻ്റ് കിട്ടുന്നത്. അതിനുശേഷം മാത്രം ആ ബ്ലൂ പ്രിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥ മെഷീൻ നമ്മൾ ഉണ്ടാക്കും, അത് പ്രവർത്തിപ്പിക്കും. ചിലപ്പോൾ അതിൽ തകരാറുകൾ ഉണ്ടായിരിക്കും, വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങും. ടെസ്ലയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന മറ്റൊരു പേരാണ് തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു പേര് ഇലക്ട്രിക് ലാമ്പാണ്. ആദ്യമായിട്ടൊരു ഇലക്ട്രിക് ലാമ്പ് കണ്ടെത്തിയത് അദ്ദേഹമല്ല, പക്ഷേ കൊമേഴ്സ്യലി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഇലക്ട്രിക് ലാമ്പ് വികസിപ്പിച്ചെടുത്തത് എഡിസൺ ആയിരുന്നു. എന്നാൽ അതിനുവേണ്ടി അനവധി വർഷങ്ങൾ അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. ആ ഇലക്ട്രിക് ലാമ്പിൽ ഉപയോഗിച്ച ഫിലമെൻറ്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. കണ്ണിൽ കണ്ട എല്ലാ വസ്തുവും ഉപയോഗിച്ചിട്ട് അദ്ദേഹം പരീക്ഷണം നടത്തി. ഒടുവിലാണ് അദ്ദേഹത്തിന് ഒരു കൊമേഴ്സ്യലൈസ് ചെയ്യാൻ സാധിക്കുന്ന ഇലക്ട്രിക് ലാമ്പ് കണ്ടുപിടിക്കാൻ സാധിച്ചത്. എന്നാൽ ഇങ്ങനെയൊന്നുമല്ല നിക്കോള ടെസ്ല. ടെസ്ലയെ നമുക്ക് എഡിസണായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗവേഷകനായിട്ടോ ഒന്ന് താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കില്ല. അതാണ് ടെസ്ലയുടെ പ്രത്യേകത. ടെസ്ലയ്ക്ക് ഒരു ബ്ലൂ പ്രിൻറ്റും വരയ്ക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ആദ്യം തന്നെ മെഷീൻ ഉണ്ടാക്കും. മെഷീൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ മെഷീൻ അദ്ദേഹം കൈകൊണ്ടുണ്ടാക്കുമെന്നല്ല. ആദ്യം അദ്ദേഹം ആ മെഷീൻ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലായിരിക്കും. മനസ്സിലിട്ടുകൊണ്ട് ആ മെഷീനെ അദ്ദേഹം പ്രവർത്തിപ്പിക്കും. അങ്ങനെ പ്രവർത്തിപ്പിച്ച് അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ച് കഴിയുമ്പോൾ അദ്ദേഹം ആ മെഷീൻ ഒരു ബ്ലൂ പ്രിൻറ്റുമില്ലാതെ നേരിട്ട് ചെയ്യും. അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഐൻസ്റ്റീനും ന്യൂട്ടണും ഒക്കെ ഉണ്ട്, പക്ഷേ അവരാരും ഇങ്ങനെയായിരുന്നില്ല. അവരുടെ ഓരോ വർക്കിനും പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. പക്ഷേ ടെസ്ല എല്ലാം മനസ്സിൽ വളരെ അനായാസമായി ഗണിച്ചുകൂട്ടി. എന്നാൽ ശാസ്ത്രത്തിൽ നിന്ന് അല്പം മാറി നിൽക്കുന്ന ചില ചിന്തകളൊക്കെ നിക്കോള ടെസ്ലയ്ക്കുണ്ടായിരുന്നു. ശാസ്ത്രജ്ഞന്മാരൊക്കെ അതിനെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നോ അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷനോ എന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളുകയാണ് പതിവ്. അദ്ദേഹം ഏറ്റവും ഒബ്സസീവ് ആയിരുന്നത് 3 അക്കങ്ങളോടാണ്: 3, 6, 9. ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ഒരു കെട്ടിടത്തിലേക്ക് കയറണമെന്ന് കരുതിക്കും. അവിടെ ഒരു മീറ്റിംഗ് കാണുമായിരിക്കും, അല്ലെങ്കിൽ അവിടെ ആയിരിക്കും അദ്ദേഹം താമസിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് അദ്ദേഹം ആ കെട്ടിടത്തിന് ചുറ്റുമായി 3 തവണ വലം വയ്ക്കും. അതിനുശേഷമേ അദ്ദേഹം പ്രവേശിക്കത്തുള്ളൂ. ഇനി അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയിട്ടൊരു റൂം എടുക്കണമെങ്കിൽ ആ റൂം നമ്പർ കൃത്യമായിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കണം. അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹം ന്യൂയോർക്കർ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അവിടുത്തെ 3327 എന്ന മുറി വളരെ പ്രശസ്തമാണ്, വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞതുമാണ്. 3327 ഈ അക്കത്തെ നമുക്ക് 3 കൊണ്ട് പെർഫെക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സാധാരണയായി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണും, അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കും, അല്ലെങ്കിൽ ആ ഭക്ഷണം നന്നായി ആസ്വദിച്ച് കഴിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വേറെന്തെങ്കിലും ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്.
നിക്കോള ടെസ്ലയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് 1-2 കണക്കുകൾ മനഃപ്പാടമായിരിക്കും. അദ്ദേഹം സൂപ്പ് കുടിക്കാനായിട്ട് ഉപയോഗിച്ച ആ ബൗൾ, അതിന് എത്രമാത്രം വോള്യം ഉണ്ടെന്ന് അദ്ദേഹം കൃത്യമായി മെഷർ ചെയ്തിട്ടുണ്ടായിരിക്കും. ചായ കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ചായക്കപ്പ്, അതിലും എത്ര വോള്യം ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കും. ഈ ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കുറച്ച് നാപ്കിൻ കൂടി കരുതും. അതൊരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെയും ജീവിതശൈലിയുടെയും ഭാഗമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നാപ്കിനും ഒരു പ്രത്യേകതയുണ്ട്. അത് കൃത്യം 18 ആയിരിക്കും. 18നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും, 6 കൊണ്ട് ഹരിക്കാൻ പറ്റും, 9 കൊണ്ടും ഹരിക്കാൻ പറ്റും. ശാസ്ത്രത്തെയും പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മെഷീനെയും ഒക്കെ ഇത്രയും അടുത്തെറിഞ്ഞ ആ വ്യക്തി എന്തുകൊണ്ടായിരിക്കാം 3-നും 6-നും 9-നും ഇത്രയും പ്രാധാന്യം കൊടുത്തിരുന്നത്? അതിന് നമ്മുടെ പ്രപഞ്ചവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് വിവരിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. നമ്മുടെ പക്കൽ ഒരുപാട് തിയറങ്ങളുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ എക്സ്പെരിമെൻ്റലി നമ്മൾ തെളിയിച്ചിട്ടുമുണ്ട്. പലതിനും പ്രൂഫുണ്ട്. എന്നാൽ അതിനെല്ലാം ഉപരിയായി ശരിക്കും എന്താണ് പ്രപഞ്ചമെന്ന് 100% ഉറപ്പോടുകൂടി നമുക്കിപ്പോഴും പറയാൻ സാധിക്കില്ല. ഉത്തരമില്ലാത്ത അനേകം ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ പ്രപഞ്ചം. ആ ഉത്തരമില്ലായ്മയുടെ പിന്നിൽ ഈ അക്കങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അല്ലെങ്കിൽ ആ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ഒരു രഹസ്യ താക്കോലായിരിക്കുമോ 3, 6, 9? നിക്കോള ടെസ്ലയുടെ വാചകങ്ങളും നമ്മുടെ പ്രകൃതിയെയും ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കാം. പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അക്കങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു ഏകകോശ ജീവിയെ നിങ്ങൾ സങ്കല്പിക്കുക. അത് സ്പ്ലിറ്റ് ചെയ്ത് 2 ജീവികളായിട്ട് മാറും. അത് ഓരോന്നും ഈ 2 ജീവികളെ, ഈ 2 സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിനെ ഉണ്ടാക്കും. അതായത് 2 4 ആകും, 4 8 ആകും, 8 16 ആകും, 16 32 ആകും. അങ്ങനെ അത് പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളുടെ ഭാഷ എന്ന് പറയുന്നത് ബൈനറി നമ്പേഴ്സാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതും ഇതേ കോമ്പിനേഷനാണ്. 2 4 8 16 32. ഇതേ ബൈനറി നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് പ്രപഞ്ചത്തിലുള്ള സകല അറിവുകളും നമുക്ക് കോഡ് ചെയ്തു വെക്കാൻ സാധിക്കും. കാൾ സാഗൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏത് വലിയ കൊലക്കൊമ്പനായിട്ടുള്ള ഏലിയൻ ആണെങ്കിലും ആ ഏലിയനുമായിട്ട് സംവദിക്കാൻ നമുക്ക് ബൈനറി നമ്പേഴ്സിനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന്. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഷ തന്നെ ബൈനറി നമ്പറുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ ഭാഷകളെയും നമുക്ക് ബൈനറി നമ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഡബിൾ ചെയ്തു വരുന്ന ആ നാച്ചുറൽ പാറ്റേൺസിലേക്ക് നമുക്ക് വോർട്ടെക്സ് മാത്തമാറ്റിക്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് 2 4 8 16 32 ഇങ്ങനെ പോകുന്ന നമ്പറിലേക്ക് നമുക്ക് വോർട്ടെക്സ് മാത്തമാറ്റിക്സിനെ ഉപയോഗിക്കാം. അതുപയോഗിച്ച് സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 3ഉം 6ഉം 9ഉമായിട്ട് ഒരു കണക്ഷൻ നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒരു മിസ്സിങ് നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യുക, ഡിജിറ്റൽ റൂട്ട് മാത്തമാറ്റിക്സ്. വളരെ സിമ്പിളാണ്. ഒരു വലിയ അക്കം എടുക്കുക, അതിലെ ഓരോ സംഖ്യകളും ആഡ് ചെയ്ത് ഒരൊറ്റ സംഖ്യയായിട്ട് മാറ്റുക. നമുക്ക് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1ൻ്റെ ഡബിൾ 2, 2ൻ്റെ ഡബിൾ 4, 4ൻ്റെ ഡബിൾ 8, 8ൻ്റെ ഡബിൾ 16. 16ന് 2 അക്കങ്ങളുണ്ട്. ആ 2 അക്കങ്ങളും പരസ്പരം ആഡ് ചെയ്യുക. 6 + 1 7. ഇനി നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാം. 16ൻ്റെ ഡബിൾ 32. 32ലും 2 അക്കങ്ങളുണ്ട്. 3ഉം 2ഉം നമുക്ക് കൂട്ടാം. 3ഉം 2ഉം കൂട്ടിയ 5. 32ൻ്റെ ഡബിൾ 64. 6ഉം 4ഉം കൂട്ടിയ 10. അത് 2 അക്കമാണ്. അതിലെ 1നെയും 0ത്തെയും നമ്മൾ വീണ്ടും ആഡ് ചെയ്തു. അപ്പോൾ 1 കിട്ടും. 64ൻ്റെ ഇരട്ടി എടുക്കാം. ഇങ്ങനെ ഓരോന്നിൻ്റെ ഇരട്ടിയെടുത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന റെപ്പറ്റീറ്റീവായിട്ടുള്ള കുറച്ച് നമ്പേഴ്സുണ്ട്. ഡബിൾ റൂട്ട് മാത്തമാറ്റിക്സിലൂടെ കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് 1 2 4 8 7 5. പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. വീണ്ടും 1 2 4 8 7 5. അങ്ങനെ ഒരന്ത്യവുമില്ലാതെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും നോട്ടീസ് ചെയ്തോ? ഇവിടെ എന്തെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടോ? ഏതൊക്കെ അക്കങ്ങളാണ് ഇതിൽ പെടാതെ പോയിരിക്കുന്നത്? 3 6 9.
ഈ അക്കങ്ങളെ നിങ്ങൾക്ക് ഈ പാറ്റേണിൽ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? ഇല്ല. ആ നമ്പേഴ്സൊക്കെ ഇതിൽ മിസ്സിംഗ് ആണ്. നിക്കോള ടെസ്ല പറയുന്നത് 3ഉം 6ഉം 9ഉം ഒക്കെ ഇവിടെ മിസ്സാകാനുള്ള കാരണം വെറും കോയിൻസിഡൻസ് മാത്രമല്ലെന്നാണ്. അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ളൊരു റീസൺ ഉണ്ടത്രേ. 3ഉം 6ഉം 9ഉം അല്ലാത്തുള്ള ബാക്കി എല്ലാ സംഖ്യകളും, ആ എല്ലാ സംഖ്യകളുമാണ് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന വസ്തുക്കൾ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെയെല്ലാം മാത്തമെറ്റിക്സ് ഈ നമ്പറുകളാണ്. ഈ നമ്പറുകളുടെ അടിസ്ഥാനത്തിലാണ് അവയെല്ലാം പ്രവർത്തിക്കുന്നത്. എന്നാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത നമ്മളെക്കാൾ ഉയർന്ന ഡിമെൻഷൻസ് ഉണ്ട്. ആ ഹയർ ഡയമെൻഷൻസിലുള്ള നമ്പേഴ്സാണ് 3, 6, 9. ഈ നമ്പർ കൊണ്ടുണ്ടാകുന്ന ഫിസിക്കൽ മെറ്റീരിയൽസ് അത് ആ ഡയമെൻഷനിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഡയമെൻഷനിൽ അതൊരിക്കലും ദൃശ്യമായിരിക്കില്ല. 3ഉം 6ഉം 9ഉം ഒക്കെ ഇൻവിസിബിളായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ നമ്പേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഡബിൾ ചെയ്ത് നോക്കാം. 3ൻ്റെ ഡബിൾ 6, 6ൻ്റെ ഡബിൾ 12. അത് രണ്ടക്ക സംഖ്യയാണ്. അതിൽ 1ഉം 2ഉം നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നത് 3. 12ൻ്റെ ഇരട്ടി 24. 2ഉം 4ഉം ആഡ് ചെയ്താൽ 6 കിട്ടും. 24ൻ്റെ ഇരട്ടി 48. 8ഉം 4ഉം ആഡ് ചെയ്താൽ 12 കിട്ടും. ആ 12ലെ 1ഉം 2ഉം ആഡ് ചെയ്താൽ 3 കിട്ടും. 3, 6, 3, 6 അങ്ങനെ ഒരു അന്ത്യവുമില്ലാതെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ അപ്പോഴും ഒരു നമ്പർ മിസ്സിംഗ് ആണ്. 9നെ ഇവിടെ കാണാനില്ല. ഇനി നമുക്ക് നിക്കോള ടെസ്ല പറഞ്ഞ പ്രപഞ്ചത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്പറിലേക്ക് വരാം. നമ്പർ 9. നമ്പർ 9ൻ്റെ ഇരട്ടി കണ്ടുപിടിക്കുക. 18. 1ഉം 8ഉം ആഡ് ചെയ്താൽ കിട്ടുന്നത് 9. 18ൻ്റെ ഇരട്ടി എടുക്കുക. 36. 3ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 9. 36ൻ്റെ ഇരട്ടി എടുക്കുക. 72. 7ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 9. 72ൻ്റെ ഇരട്ടി എടുക്കുക. 144. 1ഉം 4ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 9. ഇങ്ങനെ ഇരട്ടിയാക്കി നമ്മൾ എത്ര പോയാലും കിട്ടുന്നതെല്ലാം 9 ആയിരിക്കും. അതുകൊണ്ടാണ് 9 ഏറ്റവും സ്ട്രെങ്ത്തുള്ള, പ്രപഞ്ചത്തെ സകലതിനെയും നിയന്ത്രിക്കുന്ന ഒരു സിംഗുലാരിറ്റി നമ്പറാണെന്ന് ടെസ്ല പറയുന്നത്. ഇത് ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. കാരണം ശാസ്ത്രീയമായിട്ട് ഇതിനൊരു അടിത്തറയില്ല. നിക്കോള ടെസ്ല പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ മാത്രമാണ്. എന്താണ് ഈ 9ൻ്റെ പ്രത്യേകത? 3ഉം 6ൽ നിന്നും അതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നമ്മുടെ ഡിമെൻഷനിൽ 3നും 6നും പ്രാധാന്യമില്ലെന്ന് ടെസ്ല പറഞ്ഞല്ലോ. ഈ 3ഉം 6ഉം ഒരു ക്ലോക്കിലെ പെൻഡുലം പോലാണ്. ആ പെൻഡുലം 3നും 6നും ഇടയിൽ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നു. ആ ആട്ടം നടക്കുന്നത് നമ്മുടെ ഈ ഡിമെൻഷനിലാണ്, ബാക്കിയുള്ള അക്കങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പ്രപഞ്ചത്തിലാണ്. എന്നാൽ ഈ പെൻഡുലത്തിൻ്റെ സോഴ്സ് എവിടെയാണ്? ആ സോഴ്സാണ് പ്രപഞ്ചത്തിലെ സകല ഊർജത്തിൻ്റെയും സോഴ്സ്. ആ സോഴ്സാണ് 9 എന്ന നമ്പർ. ഒരു ബ്ലാക്ക് ബോർഡിൽ നമ്മൾ എഴുതിയുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള കണക്കുകൾ മാത്രമല്ല 3നും 6നും 9നും പ്രാധാന്യം തരുന്നത്. ജോമെട്രിയിലും പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് നമുക്കൊരു വലിയ സർക്കിൾ എടുക്കാം. ഒരു സർക്കിളിൻ്റെ മൊത്തത്തിലുള്ള ഡിഗ്രി 360 ഡിഗ്രിയാണ്. ആ അക്കങ്ങളെല്ലാം ഒന്ന് കൂട്ടി നോക്കിക്കേ. 3 + 6 + 0 കിട്ടുന്നത് 9 ആണ്. അതിനെ രണ്ടായിട്ട് മുറിച്ചു. ഒരു ഹാഫ് സർക്കിൾ എടുത്തു. അവിടെയുള്ളത് 180 ഡിഗ്രി. 1 + 8 + 0 9. ആ സർക്കിളിനെ പിന്നെയും നമ്മൾ രണ്ടായിട്ട് മുറിച്ച് മാറ്റി. അവിടെയുള്ളത് 90 ഡിഗ്രി. 9 + 0 9 ആണ്. 90 ഡിഗ്രി ഉള്ളതിനെ പിന്നെയും രണ്ടായിട്ട് മുറിച്ച് മാറ്റി. അപ്പോൾ കിട്ടുന്നത് 45 ഡിഗ്രി. 4ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 9. അതിനെ പിന്നെയും നമ്മൾ പകുതിയായിട്ട് മുറിച്ച് മാറ്റി. അപ്പോൾ കിട്ടുന്നത് 22.5 ഡിഗ്രി. 2 + 2 + 5 9. സർക്കിളിനെ നമ്മൾ എത്രമാത്രം ചെറുതാക്കിയാലും അതിൻ്റെ ഡിഗ്രി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 തന്നെയായിരിക്കും. സർക്കിൾ മാത്രമല്ല, നമുക്ക് എല്ലാ ജോമെട്രിക്കൽ ഷേപ്പുകളും ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കാം. ട്രയാങ്കിൾ നോക്കാം. ട്രയാങ്കിളിൻ്റെ മൊത്തത്തിലുള്ള ആംഗിൾ 180 ആയിരിക്കും. അത് നമ്മൾ ട്രയാങ്കിളിനെ എങ്ങനെ വരച്ചാലും അങ്ങനെ തന്നെയാണ്. 1 + 8 + 0 9 ആണല്ലോ. സ്ക്വയർ എടുക്കാം, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ എടുക്കാം. റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ മൊത്തത്തിലുള്ള ആംഗിൾ 90 + 90 + 90 + 90 360 ആണ്.
3 + 6 9 ആണ്. 5 വശങ്ങളുള്ള ഒരു പെൻറ്റഗൺ എടുക്കാം. 540 ഡിഗ്രി ഉണ്ട് അതിന്. 5 + 4 = 9. ഹെക്സഗൺ എടുക്കാം. 720 ഡിഗ്രി. 7ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 9 കിട്ടും. അങ്ങനെ നമുക്ക് ഇൻഫിനിറ്റി വരെ അങ്ങ് പോവാം. എത്രത്തോളം പോയാലും അതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സാക്ട്ലി 9 ആയിരിക്കും. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിക്കോള ടെസ്ല പറയുന്നത് ഇതൊന്നും വെറും കോയിൻസിഡൻസ് അല്ല, മറിച്ച് ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ പാറ്റേൺ ആണ്. സമയം മനുഷ്യർ കണ്ടെത്തിയതാണെന്നാണ് പല ആളുകളും പറയുന്നത്. സമയം ശരിക്കും ഈ പ്രപഞ്ചത്തിലില്ലത്രേ. എന്നാൽ ഫിസിക്സിൽ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സമയം ഒരു ഡിമെൻഷനാണ്. ജനറൽ റിലേറ്റിവിറ്റി തിയറിയിലും സമയത്തിന് പ്രാധാന്യമുണ്ട്. സമയവും സ്പേസും കൂടി ചേരുന്നതാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും. സമയവുമായിട്ടും ഈ നമ്പറിന് വലിയ ബന്ധമുള്ളതായിട്ട് നിക്കോള ടെസ്ല പറയുന്നുണ്ട്. ഒരു ദിവസം 24 മണിക്കൂറുകൾ, അതായത് സ്വന്തം അച്ചുതണ്ടിൽ ഒന്ന് കറങ്ങി വരാൻ 24 മണിക്കൂറുകൾ വേണം. 2ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 6 ആണ്. ഒരു മണിക്കൂറിൽ 60 മിനിറ്റുകളുണ്ട്. 6ഉം 0ഉം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 6 തന്നെ. 60 മിനിറ്റുകൾ കൂടി ചേരുന്നതാണ് ഒരു സെക്കൻഡ്. സൂര്യന് ചുറ്റും ഭൂമിക്ക് ഒരു തവണയൊന്ന് കറങ്ങി വരാനെടുക്കുന്ന സമയമാണ് ഒരു വർഷം. സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങാനെടുക്കുന്ന സമയമാണ് 24 മണിക്കൂറുകൾ. ഈ ഒബ്സർവേഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിക്കോള ടെസ്ല പറയുന്നത് മാത്തമെറ്റിക്സ് മനുഷ്യൻ്റെ ഒരു ഇൻവെൻഷൻ അല്ലെന്നാണ്. മാത്തമെറ്റിക്സ് ഈ പ്രപഞ്ചത്തിലൊക്കെ ഉണ്ട്. മനുഷ്യൻ അതിനെ ഡിസ്കവർ ചെയ്യുക മാത്രമാണ് ഉണ്ടായത്, അല്ലാതെ പുതിയതായി ഒന്ന് കണ്ടെത്തുകയായിരുന്നില്ല. ലോകത്ത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കും നിക്കോള ടെസ്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ തന്നെയാണ്. അദ്ദേഹം പണത്തിനെയും അധികാരത്തിനെയും അല്ല സ്നേഹിച്ചത്. വാർ ഓഫ് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതൊരു വലിയ യുദ്ധമായിരുന്നു. ഒരു വശത്തുണ്ടായിരുന്നത് സർവശക്തനായ എഡിസൺ, മറുവശത്തുണ്ടായിരുന്നത് പാവം നിക്കോള ടെസ്ല. എഡിസൻ്റെ ലക്ഷ്യം ആളുകളെ അങ്ങ് സേവിക്കുക എന്നുള്ളതായിരുന്നില്ല. അദ്ദേഹത്തിന് എപ്പോഴും പണത്തിനോടും പദവിയോടുമായിരുന്നു താല്പര്യം. കൂടുതൽ പണമുണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ടെസ്ലയുടെ ചിന്ത അങ്ങനെയൊന്നുമായിരുന്നില്ല. കൂടുതൽ ആളുകളിലേക്ക് ശാസ്ത്രത്തെ, ആ ശാസ്ത്രം വഴി ഉണ്ടാകുന്ന എൻജിനീയറിങ്ങിനെ എത്തിക്കുക, ഏറ്റവും കുറഞ്ഞ ചിലവിൽ അത് എല്ലാ ആളുകൾക്കും അവൈലബിൾ ആക്കുക. ആ ഒരു ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും വൈദ്യുതി ഉപയോഗിക്കാൻ സാധിക്കുന്നതും ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ കടന്നുവരവോടുകൂടിയാണ്. ശരിക്കും ആ യുദ്ധം ഡിറക്റ്റ് കറണ്ടും ഓൾട്ടർനേറ്റിംഗ് കറണ്ടും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു. ഡിറക്റ്റ് കറണ്ടിൻ്റെ ആളായിരുന്നു എഡിസൺ. ഞാനിവിടെ പറഞ്ഞതൊക്കെ നിക്കോള ടെസ്ലയുടെ വീക്ഷണങ്ങൾ മാത്രമാണ്. ശാസ്ത്രീയമായിട്ടും 369ന് ഇത്രയും വലിയ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. മാത്തമെറ്റിക്കലി അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് 9 ആണെന്ന്. അതുപോലെ നമ്മുടെ ഡിമെൻഷനിലൂടെ ആടുന്ന ഒരു പെൻഡുലം കണക്കുള്ള മറ്റൊരു ഡിമെൻഷനിലെ പാരാമീറ്റേഴ്സാണ് 3ഉം 6ഉം എന്ന്. 3ക്കും 6നും 9നും ഒക്കെ മാത്തമെറ്റിക്കലി പ്രാധാന്യമുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചം മുഴുവനും അതിനെ കേന്ദ്രീകരിച്ചാണെന്നല്ല. നമ്മൾ ജീവിതത്തിൽ അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണമെന്നും ഞാൻ പറയില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ മനോഹരമായിട്ടുള്ള ഒരു മാത്തമെറ്റിക്കൽ ഇക്വേഷനുണ്ട്. മാത്തമെറ്റിക്സിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ പ്രകൃതിയിൽ ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. നമ്മൾ നിസ്സാരമാണെന്ന് കരുതുന്ന പല കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അത് എല്ലാ ആളുകൾക്കും ശ്രദ്ധിക്കാൻ സാധിച്ചെന്ന് വരില്ല. നിക്കോള ടെസ്ലയെ പോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റിൻ്റെ തലയിൽ മാത്രമാണ് അങ്ങനെയുള്ള ചിന്തകളും കണക്കുകൂട്ടലുകളും ഒക്കെ ഉണ്ടാകുന്നത്. ഒരു സൂര്യകാന്തി പൂവിൻ്റെ ഇതളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഇതളുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും അതിൻ്റെ സൗന്ദര്യമല്ലാതെ മാത്സിനെക്കുറിച്ചുള്ള ഒരു ധാരണയൊന്നും കിട്ടില്ല. അതുപോലെ നമ്മൾ ഗാലക്സിയിലേക്ക് നോക്കുന്നു. ആ ഗാലക്സിയിൽ അടങ്ങിയിരിക്കുന്ന സ്പൈറൽ ആംസിലേക്കും അതിൻ്റെ സ്ട്രക്ചറിലേക്കും ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ മനോഹാരിതയും അവിടെ അടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങളെയും അവിടെ അടങ്ങിയിരിക്കുന്ന ബ്ലാക്ക് ഹോളുകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ നിക്കോള ടെസ്ലയെ പോലുള്ളൊരു വ്യക്തി ചിന്തിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില സംഖ്യകളെക്കുറിച്ചായിരിക്കും. അത് ശരിക്കും മാത്തമെറ്റിക്സിൻ്റെയും പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഒരു വലിയ സൗന്ദര്യമാണ്. ടെസ്ല പറയുന്ന പല കാര്യങ്ങളും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഗവേഷകർ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. 369 ഇപ്പോഴും നിഷേധിക്കുന്നു. ഞാനും അതിൻ്റെ പ്രപഞ്ചത്തിലുള്ള പ്രാധാന്യത്തെ നിഷേധിക്കുകയാണ്. ടെസ്ല ഒരു കാലത്ത് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും പിന്നീട് ശരിയായി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ പ്രപഞ്ചം ശരിക്കും ഒരു വൈബ്രേഷനാണെന്നാണ്.
ഒരുപാട് ഫീൽഡുകളുടെ വൈബ്രേഷനുകൾ, എല്ലാം ഫ്രീക്വൻസികൾ മാത്രമാണ്. ആ ഫ്രീക്വൻസികളുടെ കോമ്പിനേഷൻ കാരണമാണ് ഈ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് തന്നെ ഉണ്ടാകുന്നത്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ക്വാണ്ടം ഫിസിക്സിലൂടെയും സമാനമായിട്ടുള്ള വീക്ഷണങ്ങളുണ്ടായി. പക്ഷേ അത് ഇത്രയും വലിയൊരു ലാർജ് സ്കെയിലല്ല. ആറ്റത്തിൻ്റെ ഉള്ളിൽ സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ മാത്രം വലിപ്പമുള്ള ക്വാണ്ടം ഫിസിക്സിൻ്റെ ലോകത്ത് എല്ലാം ഫീൽഡുകൾ മാത്രമാണ്. നമ്മൾ ഒരു വസ്തുവിനെ തൊടുമ്പോൾ ശരിക്കും അവിടെ തൊടലെന്ന ഒരു ഫിനോമിന നടക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ഫീൽഡുകളുടെ ഒരു കോമ്പിനേഷൻ മാത്രമാണ്. നമ്മളെന്ന വ്യക്തി അത് അനേകം ആറ്റങ്ങളുടെ കോമ്പിനേഷനാണ്. ആ ആറ്റങ്ങൾ വെറും ഫീൽഡുകൾ മാത്രമാണ്. ആ ഫീൽഡുകളുടെ വൈബ്രേഷനുകൾ മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.